ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കക്കയുമായിട്ടാണ്. കക്ക എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ, എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ വീട്ടിൽ സാധാരണ കക്കയുടെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കക്കയുടെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞങ്ങൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ. കുറച്ച് കക്ക വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ സാധാരണ ഇവിടങ്ങൾ ചിലയിടത്തൊക്കെ കിട്ടുന്നത് കക്ക തോടോടുകൂടിയും അല്ലാണ്ട് ചിലയിടത്ത് കിട്ടുന്നത് അതിങ്ങനെ തോടൊക്കെ മാറ്റി കക്കയുടെ ഇറച്ചി മാത്രമായിട്ടും തരും. അപ്പം നമുക്കിവിടെ കിട്ടിയത് ഷെല്ലോട് കൂടിയാണ്. അപ്പം നമ്മളത് തിളപ്പിച്ചിട്ട് അതിൻ്റെ കക്കയുടെ ഇറച്ചിയും പിന്നെ അതിൻ്റെ വേസ്റ്റും കളയും. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഇത്തിരി മഞ്ഞളും ഇത്തിരി വെള്ളവും കൂടെ ഉപയോഗിച്ച് ചട്ടിയിലിട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ. നമ്മുടെ കക്ക ഇറച്ചി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള അരപ്പുകളെല്ലാം റെഡിയാക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഇതൊക്കെയാണ്. സവാള, മുളക്, പച്ചമുളക്, പിന്നെ നമ്മൾ പെരിഞ്ചീരകം, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇത്രയും ഐറ്റം മതി കേട്ടോ. തക്കാളിയുടെ ഒന്നും ആവശ്യം പോലും ഇല്ല. സവാളയും പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് മാത്രം മതി. ആ പേസ്റ്റ് മാത്രം മതി കക്ക റോസ്റ്റിന്. അപ്പം തന്നെ ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ അധികമായിട്ട് വേവിക്കേണ്ട, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ചാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു തള മാത്രം മതി. അപ്പം ആ സൈഡിൽ നമ്മളത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എണ്ണയും കടുകും കൂടെ ഇട്ട് പൊട്ടിക്കണം. പിന്നെ വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടങ്ങ് കടുക് സാധാരണ വറുക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മൾ വറുക്കുക. അപ്പോൾ നമ്മൾ കടുകൊക്കെ വറുക്കുന്ന സമയം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ആലപ്പുഴ സൈഡിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ കക്കയുടെ ഇറച്ചി അവർ പുഴുങ്ങിയിട്ട് എടുത്ത് വെക്കുന്നതാണ്. സാധാരണ അവർ കായലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് അവർ തന്നെ വീട്ടിൽ പോയി പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒരു സൈസ് ഒരു കരടുണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത്, അത് കളഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. അപ്പം നമ്മളൊരു 100 കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ കിട്ടും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലോട് കൂടി നമ്മളത് വേവിക്കുമ്പോൾ ഇറച്ചി ഇത്തിരിയേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ കിട്ടാറ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് വരാം. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സവാളയും പച്ചമുളകും അതുമെല്ലാം ഇട്ട് വെക്കുക. അത് ഇങ്ങനെ വഴഞ്ഞു വരാൻ വേണ്ടി മാത്രം ഉപ്പിടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിനകത്ത് ഓൾറെഡി ചിലപ്പോൾ ഉപ്പ് കാണും. അപ്പം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഉപ്പിൻ്റെ അംശം കാണത്തില്ല. അതുകൊണ്ട് അത് അതിൻ്റെ ഒരു നീഡ് അനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ. ഈ ഉപ്പ് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാളയ്ക്ക് വേണ്ടി മാത്രമാണ്, വഴഞ്ഞു വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപ്പ് ഇട്ടിരിക്കുന്നത്. അത് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുക. അതിൻ്റെ മണം മാറുമ്പോൾ നമ്മൾ ഈ കക്ക ഇടുക. സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ഉപ്പിൻ്റെ, കാരണം ഒരു വട്ടം എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഇതിന് നല്ല ഉപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിൻ്റെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കറിവേപ്പിലയും കുരുമുളക് പൊടി ഇടാം. അപ്പോൾ സ്വാദിഷ്ടമായി നമ്മുടെ കക്ക ഇറച്ചി തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ.